ലോട്ടറി ഭീമൻ സാന്തിയാഗോ മാർട്ടിൻ്റെ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതിൽ ദുരൂഹത ഏറെയുണ്ടെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ സാന്തിയാഗോ മാർട്ടിൻ അയാളുടെ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത്. 2019 കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നത്. ഇതിന് പിന്നാലെ 2 മാസം കൊണ്ട് 109 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഈ മാർട്ടിൻ്റെ കമ്പനികൾ വാങ്ങിക്കൂട്ടി. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. സാന്തിയാഗോ മാർട്ടിൻ കുറച്ച് തരികിട പരിപാടികളുമായിട്ട് തന്നെ നടന്ന ആൾ ഇത്രയും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടി കാണും എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിച്ചില്ല. പറയൂ വിവരങ്ങൾ. ഇതിനൊരു അടിസ്ഥാനമായിട്ടുള്ള കാരണമുണ്ട്. നമ്മുടെ കേരളം ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കേസിൽ അപ്പീൽ സുപ്രീം കോടതിയിൽ എത്തിയൊരു സാഹചര്യമാണ് ഈ 2019 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ കേസ് എത്തിയതിന് പിന്നാലെയാണ് 8ഓളം സംസ്ഥാനങ്ങളാണ് ഇതിൽ എതിർകക്ഷികളായിട്ടുള്ളത്. കേന്ദ്രവും എതിർകക്ഷിയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കേന്ദ്രം ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകുന്നത്. ഇങ്ങനെയുള്ള ഒരു കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ഇവർ ശ്രമിക്കും. കാരണം ഈ കേസിൽ അനുകൂല ഉത്തരവ് നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ നടപടികൾ. ആ സംസ്ഥാനവുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനായിരിക്കും ശ്രമിക്കുന്നത് എന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നതും സാന്തിയാഗോ മാർട്ടിൻ്റെ കമ്പനികൾ ഈ ഏതാണ്ട് 190 കോടിയോളം രൂപയുടെ ബോണ്ടുകളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തത്. ഇത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ ബോണ്ടുകൾ കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള സമീപനം അടക്കം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സാന്തിയാഗോ മാർട്ടിൻ ഈ വിധത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപം. ഇതുമായി കൂടുതൽ പരിശോധനകൾ ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കാരണം നിലവിൽ തന്നെ ചില കമ്പനികളുമായി ബന്ധപ്പെട്ട് ഏത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത്. ഈ സാന്തിയാഗോ മാർട്ടിൻ്റെ കമ്പനി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്പനിയുടെ മൂലധനത്തെക്കാൾ അല്ലെങ്കിൽ കമ്പനി സ്ഥാപിച്ച ഇപ്പോൾ വിനിയോഗിച്ച തുകയേക്കാൾ പല മടങ്ങ് വലുതാണ് ഇലക്ട്രൽ ബോണ്ടുകൾക്കായിട്ട് നിക്ഷേപിച്ച തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം വരണമെന്നുണ്ടെങ്കിൽ അതിൽ അസ്വാഭാവികതയുണ്ട്. അതിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോൾ വെളിച്ചത്തേക്ക് വരുന്നത്. രാധാകൃഷ്ണൻ, താങ്ക് യു. ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം, അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി കമ്പനികൾ എന്നാണ്.